ചെയ്ത തെറ്റുകൾക്കെല്ലാം റീത്തയെക്കൊണ്ട് മാപ്പ് പറയിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അലീനയുടെ താണ്ഡവം തന്നെയാണ്. അതായത് റീത്തയുടെ വാക്ക് കേട്ട് തൻ്റെ പപ്പയ്ക്ക് ഒരു പ്രശ്നവും വരാതെ ഒഴിഞ്ഞു പോയാലോ എന്ന് ചിന്തിക്കുന്ന അലീനയെ കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ റീത്തയാണെങ്കിൽ നമ്മുടെ ആരുടെ അടുത്ത്, സ്റ്റാലിൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാണ്, അവൾ ഒരു വൃത്തികെട്ടവളാണ്, അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് സ്റ്റാലിനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി അവൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ചേച്ചി എന്തൊക്കെയായി പറയുന്നത് എന്ന് സ്റ്റാലിൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ, അതുതന്നെയാണ് മോളെ ശരി എന്ന് പറയുന്നു. എൻ്റെ വാക്ക് നീ കേൾക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിനക്ക് അവൻ്റെ എല്ലാ സ്വത്തും നഷ്ടമാകും. ആ പെണ്ണ് സ്വത്തെല്ലാം അടിച്ചു മാറ്റുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇവിടെ ഓരോന്നൊക്കെ റീത്ത ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പണി കൊടുക്കാനായിട്ട് അലീനയെയും സ്റ്റാലിയെയും എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കണം. അതിനായിട്ട് റീത്ത ഓരോ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം ഇവിടെ അലീനയാണെങ്കിൽ പോകണോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ താൻ വല്യപ്പച്ചനോട് കൂടി ഒന്ന് ആലോചിക്കുന്നതായിരിക്കും ശരിയായ തീരുമാനമെന്ന് അലീനയ്ക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ അലീന വല്യപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോവുകയാണ്. അതെ വല്യപ്പച്ച, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അല്ലടി മോളെ, പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ റീത്താമ്മ വന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, റീത്താമ്മ എന്ന ആ വൃത്തികെട്ട സ്ത്രീ പറയുന്നത് കേട്ട് നീ ഓടിപ്പോകേണ്ടതില്ല. നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് അതിനുള്ള അധികാരവും അർഹതയും ഒക്കെ ഉണ്ട്. നിനക്ക് സ്റ്റാൻലിയുടെ വീട്ടിൽ തല ഉയർത്തി തന്നെ നിൽക്കാവുന്നതാണ് എന്ന് പറയുന്നു. റീത്താമ്മയുടെ ഭീഷണി കേട്ട് നീ പോവാൻ നിന്നാൽ അതിനു മാത്രമേ നേരമുണ്ടാവുകയുള്ളൂ എന്നും വല്യപ്പച്ചൻ അലീനയെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം, അതെന്താ വല്യപ്പച്ച, റീത്താമ്മ ചേച്ചി ആർക്കും ഇഷ്ടമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, റീത്താമ്മ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നും അവൾ കാരണമാണ് തൻ്റെ മകൻ ഏതു നേരവും മദ്യത്തിന് അഡിക്റ്റായതെന്നും മദ്യപിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമ്മുടെ വല്യപ്പച്ചനായ ഉദക്കൂട്ടി പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അധികം നീ പ്രാസക്തി കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം വല്യപ്പച്ച, ഞാനിവിടെ നിൽക്കുന്നത് അത് പപ്പയ്ക്ക് പ്രശ്നമായിട്ടല്ലേ വരികയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, സ്റ്റാലിൻ്റെ പ്രശ്നം നീ നോക്കേണ്ടതില്ല, അവൻ്റെ പ്രശ്നം ഡീൽ ചെയ്യാൻ അവനറിയാം. അവനൊരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ വല്യപ്പച്ചൻ അലീനയോട് പറയുന്നു. അതിൻ്റേതായ ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ അവന് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. വാശിയുടെ കാര്യത്തിൽ എൻ്റെ മകൻ എന്നെക്കാളും കേമനാണ് എന്ന് വല്യപ്പച്ചൻ അലീനയെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം എന്നാലും വല്യപ്പച്ച എന്ന് പറയുമ്പോൾ, ഓരെന്നാലും ഇല്ലെന്നേ, നീ പേടിക്കണ്ടടി കൊച്ചേ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറന്ന് വന്നേക്കാം. നിനക്ക് സപ്പോർട്ടായിട്ട് സ്റ്റാലിൻ്റെ വീട്ടുകാർ മുഴുവനുമുണ്ട്. അതായത് നിൻ്റെ പപ്പയുടെ വീട്ടുകാരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർക്കത് മനസ്സിലായിട്ടുമുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അലീനയുടെ ഈ സംസാരം കേൾക്കാനായിട്ടിടയാകുന്നുണ്ട്. അപ്പോൾ തന്നെ മുറിയിലേക്ക് കയറി വന്നിട്ട്, അലീന, നീ എവിടെയും പോകേണ്ടതില്ല, എന്ത് പ്രശ്നം വന്നാലും നിന്നെ മാത്രം ഞാൻ കൈവിടില്ല എന്ന് പറയുന്നു. അപ്പച്ചനോടായിട്ട് പറയുന്നുണ്ട്, അപ്പച്ച പേടിക്കൊന്നും വേണ്ട, എൻ്റെ മോളെ ഞാൻ എങ്ങും വിടില്ല എന്ന്. അത് തന്നെയാണ് ഉവ്വേ ഞാനും പറഞ്ഞത്, ഞാനും അവളുടെ അടുത്ത് അതാ പറഞ്ഞത്, നീ അവളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും നിനക്ക് ഉള്ള പിടിവാശിയെക്കുറിച്ചും തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു. ഇതേ സമയം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയോട് പറയുന്നുണ്ട് അലീന, പപ്പ നമുക്ക് പപ്പയുടെ ജീവിതശൈലി ഒന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ, അതായത് അലീനെ, നിന്നെക്കൊണ്ട് എൻ്റെ ജീവിതശൈലി ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന് പറയുകയാണ് സ്റ്റാൻലി. അപ്പോഴാണെങ്കിൽ എന്തായാലും ജീവിതശൈലി മാറ്റിയേ മതിയാവുകയുള്ളൂ. കാരണം പപ്പ ഇങ്ങനെ നശിച്ചു പോയാൽ അത് എന്നെയും കൂടിയല്ലേ ബാധിക്കുന്നത് എന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീന പറയുന്നതും ശരിയാണെന്ന് സ്റ്റാൻലിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ തൻ്റെ പപ്പയ്ക്ക് എതിരായി നിൽക്കുന്ന റീത്തയെ എന്ത് ചെയ്യണം, പപ്പയുടെ മുൻപിൽ കൊണ്ടെത്തിക്കണമെന്നുള്ള വാശി അലീനയുടെ മനസ്സിലുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അതിനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് എങ്ങനെയെങ്കിലും റീത്തയെ ഒരു തവണയും കൂടി ഇവിടെ എത്തിക്കണം. അതിനുശേഷം തൻ്റെ മനസ്സിലുള്ളതും തൻ്റെ മുൻപിലുള്ള ഒരു കാര്യം പറയുമ്പോൾ റീത്ത തൻ്റെ വരച്ച വരയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അലീന. ഒടുവിൽ സംഭവിച്ച പോലെ തന്നെ, അലീന ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ അലീനയാണെങ്കിൽ ആഗ്രഹിച്ചിരിക്കുകയാണ് റീത്ത വരാനായിട്ട്. അതാ റീത്ത വീണ്ടും കടന്നു വരുന്നു. നിൻ്റെ ഭാര്യ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കാനായിട്ട് കഴിയില്ല എന്നും, കൂടാതെ തന്നെയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ, അതായത് ഭാര്യയും മക്കളെയും വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം, ഇവളെ തള്ളിക്കളയണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ ഈ മകളെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സുഖവും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഇതേ സമയം അലീന അവർക്കിടയിലേക്ക് കയറി ചെല്ലുകയും ഇനി ഈ സ്വത്തെല്ലാം തൻ്റെയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ പപ്പയുടെ മക്കളും, അതായത് എൻ്റെ സഹോദരങ്ങളും പപ്പയുടെ ഭാര്യയും ഇവിടെ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുന്നു. ഇതേ സമയം സ്വത്തിനോട് അത്യാഗ്രഹമുള്ള റീത്താമ്മ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവരെ അറിയിക്കുകയും അവരെയും കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യുന്നു. കൂടാതെ അലീന തൻ്റെ, അതായത് സ്റ്റാലിൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് തന്നെ റീത്താമ്മയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ വിള്ളലിന് എല്ലാ കാരണവും എന്നും പറഞ്ഞ് റീത്താമ്മയെ പൊളിച്ചെടുക്കുമ്പോൾ, ഭാര്യ സ്റ്റാലിൻ്റെ കൂടെ നിൽക്കുമ്പോൾ റീത്താമ്മയുടെ തകർച്ച അത് തുടങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ആ തകർച്ചയ്ക്ക് അലീന തുടക്കം കുറിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്